ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് കൊട്ടുക്കാളി എന്ന് പറയുന്ന സൂര്യയുടെ പുതിയ സിനിമയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമ ആക്ച്വലി ഞാൻ കാണാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രെയിലറാണ്. ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഒരു കോഴിയുടെ കരച്ചിൽ വെച്ചിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാക്കുകയും വേറൊന്നും മനസ്സിലാവുന്നില്ല. സൂര്യയുടെ ഫ്രണ്ട്സും ഒന്ന് രണ്ട് പേരും കൂടിയിട്ട് ബൈക്കിൽ പോകുന്നു, കുറച്ച് ആൾക്കാർ ബാക്കിൽ ഓട്ടോറിക്ഷയിൽ പോകുന്നു, ചില സമയത്ത് അവർ ഫ്രണ്ടിൽ പോകുന്നു, ഇവർ ബാക്കിൽ പോകുന്നു. പക്ഷെ ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഏതോ ഒരു ഡയലോഗ് സൂര്യയുടെ ഒരു ആളുടെ സൗണ്ട് തന്നെ ഒരു അടഞ്ഞ സൗണ്ടിൽ ഒരു ഡയലോഗ് വരുന്നുണ്ട്. പിന്നെ അന്നാബൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഫേസിലൊരു എന്താ പറയുക, ഡെപ്ത് ആയിട്ടുള്ളൊരു എന്തോ ഒരു സംഭവം അവർക്ക് ആ ഒരു സിനിമയിൽ കൂടെ പറയാനുണ്ട് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ളൊരു ട്രെയിലർ സംഭവങ്ങളൊക്കെ. ഞാൻ അപ്പം തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീം ആരാണെന്ന് നോക്കി. പ്രൊഡ്യൂസറായിട്ട് ഇതിൽ കാണിച്ചിരിക്കുന്നത് ശിവകാർത്തികേയനെയാണ്. സോ പിന്നെ നോക്കിയ സമയത്ത് ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ തോന്നുന്നു, അതിൽ അവർ ഈ ഒരു പടത്തിനെ അവതരിപ്പിച്ചിട്ടുണ്ട്, സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നോക്കിയ സമയത്ത് അതിൽ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് എനിക്ക് തോന്നി. കാരണം സൂര്യയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഈ അടുത്തിടെയായിട്ട് ഗംഭീരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്, അത് എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. സോ അങ്ങനെ ഈ ഒരു സിനിമയ്ക്ക് കയറി. അതായത് അന്നാബൻ്റെ ആ ഒരു ഫാമിലി കാര്യത്തിനോടനുബന്ധിച്ചിട്ട് ഒരു പ്രണയം കാര്യം, അങ്ങനത്തെ ഒരു പരിപാടി, അതിനോടനുബന്ധിച്ചിട്ട് ഇവരൊരു യാത്ര പുറപ്പെടുകയാണ്. അതൊരു കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ സോഷ്യലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം. അത് ഞാൻ പറയുന്നില്ല. ആകെ ഒരു 1 മണിക്കൂർ 40 മിനിറ്റേ ഉള്ളൂ കഷ്ടി ഈ ഒരു സിനിമ. അതുകൊണ്ട് അധികം ഒന്നും പറയുന്നില്ല. വളരെ ലഘുവായിട്ടുള്ളൊരു സ്റ്റോറി ഇതാണ്. സോ അതിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ. ഇതിലെടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് ഇന്നർ ലേയേഴ്സ് ഒരുപാടുള്ള ഒരു സിനിമയാണ് കൊട്ടുക്കാളി എന്ന് പറയുന്നത്. അതിനനുസരിച്ചുള്ള പെർഫോമൻസ്, എൻ്റർടൈൻമെൻറ്റ് വിചാരിച്ചിട്ട് ഈ പടത്തിന് ഒരു മനുഷ്യൻ കയറണ്ട. കാരണം അങ്ങനത്തെ ഒരു വസ്തുവില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റർടൈൻമെൻറ്റിന് വേണ്ട ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ പാട്ടുകൾ, അതുപോലെ കട്ട് ഷോട്ടുകൾ ഒരുപാട് വേണം, ആംഗിൾ ഷോട്ടുകൾ ഒരുപാട് വേണം, ക്യാമറ അപ്പടി പോകണം, ആക്ഷൻ സീക്വൻസ് വേണം, മാസ് ഡയലോഗ് വേണം. ഇത്തരത്തിലുള്ള പരിപാടി എന്നുള്ളത് ഇത് വേറെ ലെവലൊരു സാധനമാണ്. പക്ക പ്യൂറസ്റ്റ് ഒരു ആർട്ട് ഫോമാണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ആർട്ട് പടങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ്. സമൂഹത്തിലുള്ള ഒരുപാട് ലെയേഴ്സ് സംസാരിക്കുന്ന ഒരു സിനിമയാണ് കൊട്ടുക്കാളി. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യമായിട്ട് ടെക്നിക്കൽ സൈഡ് ഗംഭീരമാണെന്ന് പറയാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ സിനിമയിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും സ്ഥലങ്ങളിൽ ഉപയോഗിക്കും. ഈ ഒരു സിനിമയ്ക്കകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറേ ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ നേച്ചറിൽ ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും കേൾക്കില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് അതിൻ്റെ ഉള്ളൊരു ഓട്ടോറിക്ഷയുടെ ശബ്ദം, ഒരു ബൈക്കിൻ്റെ ശബ്ദം, വീട്ടിലുള്ള സംസാരങ്ങളുടെ ശബ്ദം, അത്തരത്തിലുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് ഒരു ചെറിയൊരു ഒരു സോങ് പോലത്തെ ഒരു പരിപാടി വരുന്നുണ്ട്. അതല്ലാതെ വേറൊരു സാധനം ഈ ഒരു പടത്തിനകത്തില്ല. അതുപോലെ തന്നെ പെർഫോമൻസ്, അത് ഞാൻ പറയാം, ബാക്കിയുള്ളവരുടെ പേരൊന്നും എനിക്കറിയില്ല. അന്നാബെന്നിൻ്റെയും സൂര്യയുടെയും പെർഫോമൻസ്, അതൊരു 2-3 സീനിലുണ്ടല്ലോ, വേറെ ലെവൽ വെട്ടിച്ചില്ല ഐറ്റമാണ്. ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്ത് പറയാതെ പറഞ്ഞു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഓരോന്ന് എടുത്ത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ആസ്വാദനത്തിനെ ബാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ആർട്ട് സിനിമകൾ അങ്ങനെ തന്നെ കൺസീവ് ചെയ്യണമെന്ന ആഗ്രഹമുള്ളവർക്ക് അത് ഭയങ്കര ഒരു മിസ്സിങ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് ഷോട്ടുകളുണ്ട്. ഇപ്പം നമ്മുടെ മലയാളത്തിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒക്കെ ചെയ്തു വെക്കുന്ന തരത്തിലുള്ള കുറേ ഷോട്ടുകളുണ്ടല്ലോ. ആ ഒരു ഷോട്ട് കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചതെന്നുള്ളത് ചിലപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവാത്ത രീതിക്കുള്ള കുറച്ച് സാധനങ്ങൾ, കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ചെറിയ ഗ്യാപ്പുകൾ, ചിലപ്പോൾ അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ, എനിക്ക് മനസ്സിലാവാത്തതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമായിരിക്കും. അത്തരത്തിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പക്ക പ്യൂറസ്റ്റ് ഒരു ആർട്ട് ഫോം തന്നെ വേണം പറയാൻ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ അടുത്താണ് ഞാൻ ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഇതുവരെ ഞാൻ പക്ക ഒരു എൻ്റർടൈനർ ഫാക്ടേഴ്സ് ഉള്ള സിനിമകൾ തപ്പിപ്പിടിച്ച് കണ്ടിരുന്ന ഞാൻ ഇപ്പോൾ കുറച്ച് പ്രകൃതിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. പ്രകൃതിയും വേണം, എൻ്റർടൈൻമെൻറ്റും വേണം എന്നുള്ള ലേബലിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സിനിമ കാണാനുള്ള കാരണം. PS വിനോദനോ അങ്ങനെ എന്തോ ആണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടറുടെ പേര്. പിന്നെ ശിവകാർത്തികനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സിനിമകൾ എടുക്കണം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ് SK. സോ അദ്ദേഹം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. തമിഴ് സിനിമയിൽ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ വരിക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇത്രയ്ക്കും ഒരു ആർട്ട് ഫോം ആയിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെട്രിമാറിൻ്റെ സിനിമകളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുള്ളൂ. വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നാറ് തമിഴ് സിനിമയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ വരാറുള്ളത്.
അത്തരത്തിലുള്ള ഒരു പ്യുവർ ആർട്ട് ഫോം തമിഴ് സിനിമയിൽ നിന്ന് വന്നു. അത് സൂര്യയുടെ കയ്യിൽ നിന്ന് വരിക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ഇപ്പോഴാണ് നമ്മൾ ഈ വെട്രിമാരനൊപ്പൊക്കെ കൂടിയിട്ടാണ് സൂര്യ ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് മാറുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. അതിന് മുമ്പ് വരെ പക്ക കോമഡി സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ ഇത്തരത്തിലേക്ക് മാറി വരുന്നത് കാണുമ്പോൾ രസമുണ്ട്. പക്ഷേ കോമഡി സാധനങ്ങളൊന്നും വിട്ടുപിടിക്കരുത് കേട്ടോ, മൊത്തത്തിൽ പോകരുത്. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. സോ എന്തായാലും അന്നാബിനെ കുറിച്ചും അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം എനിക്ക് തോന്നുന്ന ആകെ വളരെ ചുരുക്കം ഒന്നോ രണ്ടോ മൂന്നോ ഡയലോഗൊക്കെ ഉണ്ടാവുള്ളൂ. ഫേസിലെ എക്സ്പ്രഷൻസ് വെച്ചിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സൂപ്പറാണ്. സൂപ്പർ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി. പിന്നെ അതുപോലെ ക്യാമറമാൻ നമ്മുടെ ലിജോന്റെ പടത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ ക്യാമറ ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ പിന്നെ ഇങ്ങനെ തന്നെയാണ്, അതുപോലെ അങ്ങോട്ട് പോകും. കാരണം ക്യാമറ മൂവ്മെന്റ്സ് കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല ഈ ഒരു സിനിമയ്ക്കകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു പക്ക പ്യുവർ ആർട്ട് ഫോമാണ്. സോ എന്തായാലും അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും കണ്ടുനോക്കുക. പിന്നെ അതുപോലാണ്ട് തന്നെ ഒരു ഓപ്പൺ എൻഡിങ് ആയിട്ടുള്ളൊരു പടം കൂടിയാണ് ഈ ഒരു സിനിമ. നിങ്ങൾക്ക് എങ്ങനെ വേണിച്ചാലും എടുക്കാം, അത് നിങ്ങൾക്ക് വിട്ട് തന്നിരിക്കുന്നു. ഇപ്പം എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവും, അതുപോലെ തന്നെ വേറൊരാൾക്ക് വേറൊരു ഒപ്പീനിയൻ ഉണ്ടാവും. ഒരു 10 പേര് എടുത്ത് വെച്ചാൽ 10 ഒരു ക്ലൈമാക്സ് എൻഡിങ് അവർ പറഞ്ഞുതരും. അതൊക്കെ ഓരോരുത്തരുടെ വ്യൂ ഓഫ് പോയിന്റ് ആണ്. എന്തായാലും ഈ ഒരു സിനിമ ഇറങ്ങി കുറച്ചൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ OTT-ൽ ഇറങ്ങിയതിന് ശേഷം എന്തായാലും ഈ ഒരു സിനിമയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ വരും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്കധികം സാധനങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ഇവർ പറയുന്നുണ്ട്. അതായത് ഇന്നർ ലെയേഴ്സ് ആയിട്ട് ഇവർ ഗംഭീരമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് 1 മണിക്കൂർ 40 മിനിറ്റും കൂടി ഉള്ളൂ കേട്ടോ ഈ ഒരു പടം. അതും കൂടി ആലോചിക്കണം. അതിൻ്റെ ഇടയിൽ ഇവർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോകാന്ന് പറയുന്നത് സൂപ്പറാണ്. അതും സോഷ്യലി റെലവൻറ്റഡ് ആയിട്ടുള്ള, ഇപ്പോഴത്തെ കാലത്തും റെലവൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അടിപൊളിയായിരുന്നു. നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണുക എന്നതിലുപരി നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള തിയേറ്ററിനകത്തിരുന്ന് കാണാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ ഈ ഒരു സിനിമയെ പറയുക. കാരണം ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ പോലും നമ്മളെ ഭയങ്കര രീതിയിൽ ബാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു സിനിമയുടെ പോക്ക്. കാരണം ചില തിയേറ്ററിലൊക്കെ പോയി കണ്ടറിയാം, ചില തിയേറ്ററിലൊക്കെ ചില കൂറത്തരം പിടിച്ച ആൾക്കാർ വന്നിരിക്കും. ചില സീനിലൊക്കെ വന്നിരുന്ന് വെറുതെ ഇരുന്ന് പോവും, ചിലപ്പോൾ ഇരുന്ന് ചിരിക്കണമൊക്കെ കാണാം സീരിയസ് സീനിനകത്ത് ഇരുന്നിട്ട്. ചിലപ്പോൾ നമ്മുടെ മൈൻഡ് അതുപോലെ അങ്ങോട്ട് കൺവേർട്ടായി പോകും. സോ അത്തരത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുപ്പുണ്ടാകും. അല്ലാതെ നല്ലൊരു സെറ്റ് ഓഫ് ഓഡിയൻസിനിടയിൽ ഇരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനുള്ളൂ. എന്തായാലും OTT-ൽ വരുമ്പോൾ എന്തായാലും ഒരുപാട് പ്രശംസകൾ ഏറ്റുവാങ്ങിക്കാൻ, അതുപോലെ തന്നെ സൂര്യയ്ക്ക് ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള, അതുപോലെ അന്നാബെന്നിന് കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. കണ്ടറിയണം അത് എന്തൊക്കെയാവും എന്നുള്ളതൊക്കെ. സോ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, പ്യൂറസ്റ്റ് ആർട്ട് ഫോം ആയിട്ടുള്ള ഈ ഒരു സിനിമ അത്തരത്തിലുള്ള ആളുകൾ മാത്രം തിരഞ്ഞെടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.